താങ്ക് യു. അപ്പം നേരിട്ട് കാണാം, നമുക്ക് നേരിട്ട് അറിയിക്കാം. മമ്മൂക്കായെ നേരിട്ട് തന്നെ വിളിച്ച് ആദ്യ സന്തോഷം അറിയിക്കാൻ കഴിഞ്ഞു. മമ്മൂക്കയ്ക്ക് ലഭിച്ച ദേശീയ അംഗീകാരം മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന വലിയൊരു അംഗീകാരമാണ് വീണ്ടും. അതോടൊപ്പം വൈക്കം വിജയലക്ഷ്മിക്ക്, അതുപോലെ തന്നെ ഫെമിനിച്ചി ഫാത്തിമയ്ക്ക്, അതുപോലെ തന്നെ നമ്മുടെ ബ്രഹ്മയുഗത്തിന്റെ എഡിറ്റർക്ക് ഷെഹ്നാദ് ജലാൽ, അദ്ദേഹത്തിന് ഒക്കെ ലഭിച്ച ദേശീയ പുരസ്കാരം മലയാള സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന വലിയ അംഗീകാരമായിട്ട് കാണുകയാണ്. മമ്മൂക്ക എല്ലാ പുരസ്കാരങ്ങൾക്കും മുകളിലാണ്. പക്ഷേ മമ്മൂക്കയ്ക്ക് വീണ്ടും അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ അദ്ദേഹം ബ്രഹ്മയുഗം പോലെയുള്ള സിനിമ ചെയ്യാൻ ഇപ്പോഴും തയ്യാറാകുന്ന ആദ്യമായി സിനിമയിൽ വരുന്ന ഒരു ചലച്ചിത്രത്തിൽ ആദ്യമായി അഭിനയിക്കാൻ വരുന്ന ഒരു നടന്റെ വാശിയിലും ആണ് അദ്ദേഹം ഓരോരോ പുതിയ വേഷങ്ങളും കിട്ടുമ്പോൾ ചെയ്യാൻ അദ്ദേഹം തയ്യാറെടുക്കുന്നത്. അതിനെല്ലാം ലഭിച്ച ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഇതിനെ കാണുന്നത്. തീർച്ചയായും ബ്രഹ്മയുഗത്തിനും ഫെമിനിച്ചി ഫാത്തിമ വളരെ മനോഹരമായ സിനിമയാണ്. അതുപോലെ തന്നെ വൈക്കം വിജയലക്ഷ്മി അനുഗ്രഹീത ഗായികയാണ്. ബ്രഹ്മയുഗത്തിന്റെ എഡിറ്റർ ഷെഹ്നാദ് ജലാൽ, അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരം തീർച്ചയായും ദേശീയ പുരസ്കാരത്തിൽ മലയാളത്തിന് മികച്ച അംഗീകാരം ലഭിച്ചു എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. തീർച്ചയായുമാണ്. മഞ്ഞുമൽ ബോയ്സ്, കിഷ്കിന്ദ കാണ്ഡം ഒക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. AR റഹ്മാന് പുരസ്കാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. ശരിയാണ്, പ്രതീക്ഷിച്ച എല്ലാം കിട്ടിയില്ല. എങ്കിലും ലഭിച്ച അംഗീകാരങ്ങളിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്.